കർത്താവിന്റെ വിലയേറിയ ദാസനെ തുടർന്നുള്ള സമയ ശുശ്രൂഷയ്ക്കായിട്ട് മുൻപോട്ട് ക്ഷണിക്കുന്നു. കരം തട്ടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആദരണീയരായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്നെ ഇവിടെ പരിചയപ്പെടുത്തേണ്ടതില്ല, കാരണം എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഇതിനു മുൻപും ഈ ഭവനത്തിൽ നടത്തപ്പെട്ട ഒരു കൂട്ടായ്മയിൽ ഞാനും സംബന്ധിച്ചിട്ടുള്ളതാണ്. ഈ ഭവനം ദീർഘവർഷങ്ങളായി പ്രിയ ജെയിംസ് ബ്രദർ ഞങ്ങൾ ഒരുമിച്ച് ഈ തൊട്ടടുത്ത് തന്നെ വളർന്നു വന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സഹോദരങ്ങളെ പോലെയുള്ള സ്നേഹബന്ധമാണ് ഉള്ളത്. ജോജിമോനും പ്രിയ ജോമോനും ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് പോകുന്ന സമയത്ത് അവർ പൊടിക്കുഞ്ഞുങ്ങളാണ്, സ്തോത്രം. എന്നാൽ അവരുമായി വളരെ അടുത്ത സൗഹൃദവും സ്നേഹവും വളർന്നു വന്നത് ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ്, സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജോജിമോൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ഇവിടെ പറയാനിടയായി തീർന്നു. ഒരു സഭയുടെ ഒരു പ്രാർത്ഥന കൂടെ ബന്ധപ്പെടുത്തി ഉള്ള ഒരു കൂട്ടായ്മയാണ് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിച്ചല്ലോ. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് ഏത് സമയത്തും എവിടെ കൂട്ടായ്മയ്ക്ക് നമ്മൾ കടന്നു വന്നാലും അവിടെ ദൈവനാമം മഹത്വപ്പെടണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഏതാവശ്യങ്ങൾക്ക് വേണ്ടി എവിടെ കൂടി വന്നാലും അവിടെ ദൈവനാമം മഹത്വപ്പെടണം. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ആ വിഷയത്തോട് ബന്ധപ്പെട്ട കൂട്ടായ്മയാണെങ്കിൽ പോലും അവിടെ ദൈവനാമം മഹത്വപ്പെടണം. അതാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ഇന്ന് രാത്രിയിലും നാളെ നെല്ലിയാടി ബിർവ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്ന വിശുദ്ധ വിവാഹമാണെങ്കിലും നമ്മൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ ദൈവനാമം മഹത്വപ്പെടണം. യേശു ആരുടെ ഉള്ളിലുണ്ടോ അവരെ ചെല്ലുന്ന ഇടത്ത് യേശുവിന്റെ പ്രവർത്തികൾ നടക്കും. അത് ഏത് സ്ഥലമാണെങ്കിലും കർത്താവിന് പ്രശ്നമല്ല. നമുക്ക് വ്യക്തമായിട്ട് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലമല്ല. കാരാഗ്രഹത്തിൽ വസിക്കുന്നവര് ദൈവാത്മാവുള്ളവരല്ല. അതിനകത്ത് സകലവിധമായ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അധർമ്മങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളും ദേശദ്രോഹങ്ങളൊക്കെ ചെയ്തതിന്റെ തൽഫലമായ ശിക്ഷ അനുഭവിച്ച് ആ കാരാഗ്രഹത്തിനകത്ത് കഴിയുന്ന വ്യക്തികളുടെ ഇടയിൽ ആത്മാവിന്റെ പ്രവൃത്തിയില്ല. ആയിരക്കണക്കിന് അധർമ്മികളും പാപികളും തിങ്ങിപ്പാർക്കുന്ന ഒരു കാരാഗ്രഹത്തിന്റെ അകത്തേക്ക് രണ്ട് ദൈവമക്കൾ കടന്നു ചെന്നപ്പോ, രണ്ട് വ്യക്തികൾ കടന്നു ചെന്നപ്പോ അവരുടെ ഉള്ളിൽ നിന്നും വ്യാപരിച്ച ദൈവാത്മാവിന്റെ ശക്തി അവര് കരങ്ങളടിച്ച് ആരാധിക്കാൻ കഴിയാതെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോൾ അധരത്തിൽ നിന്ന് പുറപ്പെട്ട സ്തോത്ര സ്വരത്തിലൂടെ ആത്മാവിന്റെ ചലനങ്ങൾ അതിനകത്ത് വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി ഈ കൂടാരത്തിന്റെ തണലിലിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരുടെ അകത്തളത്തിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അത്യന്ത ശക്തിയാല് ഈ രാത്രി ഇവിടെ ചില വിടുതലുകൾ നടക്കണം. ആമേൻ. ആത്മാവിന്റെ ചലനം ഇവിടെ നടക്കുമ്പോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവിടെ വെളിപ്പെടുമ്പോ ഇന്ന് രാത്രി പലയിടത്തു നിന്ന് യാത്ര ചെയ്ത് ഈ കൂടാരത്തിൽ വന്നവര് വെറുതെ പോകത്തില്ല. അവർ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങും. അവർ രോഗസൗഖ്യമുള്ളവരായി മടങ്ങും. അവരുടെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ ഒരു വിടുതൽ പ്രാപിച്ച് ആ പ്രിയപ്പെട്ടവർ മടങ്ങാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മിൽ ക്രിസ്തു വസിക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നാം കൂടി വരുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും അമ്പരചുംബികളായ സൗധങ്ങളുടെ ഉടയിൽ അതിന്റെ ഉള്ളിൽ അലങ്കരിക്കപ്പെട്ട ആഡംബര വസ്തുക്കൾ വെച്ച് മനോഹരമായ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ച് അവിടെ കൺകുളിർക്കെ കാണാൻ കഴിയുന്ന മനോഹരന്മാരായ ആചാര്യന്മാരുടെ മുൻപിൽ ഇരുന്നാൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് തെറ്റിപ്പോയി. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് വസ്ത്രധാരണത്തിന്റെ മികവ് കൊണ്ടോ മറ്റുള്ള മനുഷ്യരുടെ കൺകുളിർക്കെ കാണാൻ രോമാഞ്ചമുളകുന്ന വസ്ത്രധാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. ഒരു സാധുവായ സഹോദരന്റെ ഉള്ളിൽ ആത്മാവുണ്ടെങ്കിൽ ആ സഹോദരൻ അധരം തുറക്കുമ്പോ അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടും. ഇന്ന് രാത്രി ഇതിനകത്ത് സ്തോത്രം ചെയ്യുന്ന ദൈവവൈതല്, കരങ്ങൾ അടിച്ച് ആരാധിക്കുന്ന ദൈവമക്കള്, യേശുവേ എന്ന് വിളിക്കുന്ന ആത്മാവിൽ ആരാധിക്കുന്നവര് ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ ചലനം ഇതിന്റെ ഉള്ളിൽ വെളിപ്പെടാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നമുക്കറിയാം, ആമേൻ, പ്രിയമുള്ളവരെ, നമ്മൾ വളരെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, പൗലോസും ശീലാസും അവർ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച് അവരുടെ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടി അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ ആ കാരാഗ്രഹത്തിന്റെ അകത്ത് അവരായിരുന്നപ്പോൾ അവർക്കവിടെ പ്രത്യേകിച്ച് മറ്റ് സമ്മേളനങ്ങളൊന്നും കൂടാനില്ല. അവർക്ക് ഒരേ കാര്യമേ ഉള്ളൂ, സ്തോത്രം, വചനം അവരുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ഒരു പക്ഷെങ്കിൽ കടന്നു വന്നു കാണും. നിങ്ങൾ കൂടി വരുമ്പോ ദൈവനാമം മഹത്വത്തിനായി സകലതും ചെയ്യുവീൻ. ഇന്ന് രാത്രി എന്തിനാണ് നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്? നമ്മുടെ പ്രിയ പൈതലിന്റെ വിവാഹം നാളെ നടക്കുകയാണ്, അത് നാളെയാണ്. എന്നാൽ ഇന്ന് ഇവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടണം, ഇന്ന് ആത്മാവിന്റെ ചലനം ഉണ്ടാകണം. സ്തോത്രം, നാളുകളായി നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ മൂടി വെച്ചിരിക്കുന്ന വേദനാജനകമായ പല പ്രശ്നങ്ങള് ഇതുവരെ പങ്കുവയ്ക്കാൻ, ഇതുവരെ ആരോടും പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഇരിപ്പിലിരുന്ന് ലോകരക്ഷിതാവായ നസറായന യേശുവിനോട് തുറന്നു പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ പ്രവൃത്തി തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അവർ ഇരുവരും ചേർന്ന് സ്തോത്ര, ഹല്ലേലൂയ, മറ്റ് ഉപകരണങ്ങളൊന്നും തട്ടി കൈയടിച്ച് ആരാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കൈമേലുള്ള ചങ്ങലകൾ കുലുക്കി അവർ ആരാധിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ ബന്ധിക്കപ്പെട്ടു പോയല്ലോ എന്ന് കരുതി നിരാശരായില്ല. ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇന്ന് രാത്രി എന്റെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അവിടെ കിടക്കട്ടെ. ആരാധിക്കാൻ കഴിയുമോ? സ്തുതിക്കാൻ കഴിയുമോ? യേശുവിനെ വിളിച്ചപേക്ഷിക്കാൻ കഴിയുമോ? ഈ രാത്രിയിൽ ലോകത്തിൽ ഒരു ശക്തിക്കും പൊട്ടിക്കാൻ കഴിയാത്ത ചങ്ങലകള് ഈ രാത്രി പൊട്ടിച്ചുകൊണ്ട് നിന്റെ സ്വാതന്ത്ര്യത്തോടുകൂടെ നിന്റെ കൂടാരത്തിലേക്ക് മടക്കി അയക്കുന്ന ഒരാത്മാവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ രാത്രിയിൽ ഹല്ലേലൂയ ആരാധിക്കുന്ന ദൈവമക്കളുടെ ശിരസിന്റെ മേൽ തലോടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്തോത്ര, ഹല്ലേലൂയ, പുകഴാനൊന്നുമില്ല. വളരെ ആഴങ്ങളിൽ നിന്നും യേശു നമ്മളെ കൈക്ക് പിടിച്ചുയർത്തിക്കൊണ്ടുവന്നതാണ്. എന്റെയോ നിങ്ങളുടെയോ എന്തെങ്കിലും പുണ്യപ്രവർത്തികൾ കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ളവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? നമ്മുടെ ആരുടെയെങ്കിലും ശ്രേഷ്ഠത കൊണ്ടോ, പേരോ പ്രശസ്തിയോ, കുടുംബ ശ്രേഷ്ഠതകൾ കൊണ്ടോ, പുണ്യപ്രവർത്തികൾ കൊണ്ടോ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. എന്നാൽ നസ്രായനായ യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ്. ലോക രക്ഷിതാവ് എന്നെ രക്ഷിക്കാൻ വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് ഈ രാത്രി അധരം കൊണ്ട് ഏറ്റു പറയുന്ന ഒരു ദൈവപൈതൽ രക്ഷിക്കപ്പെടാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുൻകാല അനുഭവങ്ങൾ നമുക്കുള്ളത് കൊണ്ട് സ്തോത്രം, അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നാം രക്ഷിക്കപ്പെട്ടത് എന്തിന്? നമ്മൾ ദൈവകൃപ പ്രാപിച്ചത് എന്തിന്?
നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ആമേൻ സ്തോത്രം മാത്രം നിലനിർത്താനല്ല, നമ്മളെ മാത്രം സുരക്ഷിതമായി സംരക്ഷിക്കാൻ വേണ്ടിയല്ല നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ, നമ്മൾ ദൈവകൃപയിൽ നിൽക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ആമേൻ സ്തോത്രം പൗലോസിനും ശീലാസിനും ഈ കാരാഗ്രഹത്തിന്റെ അകത്തേക്ക് കടന്നു പോകേണ്ടതായിട്ടില്ലായിരുന്നു. അവരുടെ സ്വാർത്ഥമായ പ്രവർത്തികൾ മുഖാന്തരം അവർക്ക് സുരക്ഷിതമായ താവളങ്ങൾ ഒരുക്കി അതിനകത്ത് അവർക്ക് പ്രാർത്ഥിക്കാമായിരുന്നു. ആമേൻ സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ലക്ഷ്യബോധത്തോടുകൂടെ യാത്ര തിരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആമേൻ ദേശത്തിന് വേണ്ടി കരയുന്ന, സഭകൾക്ക് വേണ്ടി കരയുന്ന, ആമേൻ നാശത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ട് ഓരോ ദിവസങ്ങളിൽ കുതിച്ചുയരുന്ന അന്ധകാര ബന്ധനങ്ങളാൽ ആമേൻ സ്തോത്ര ആർവി ഭർമിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടി കരയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഈ രാത്രിയിൽ അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഇന്ന് രാത്രി നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി അല്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ നമ്മൾ ജീവിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ സ്തോത്രം നല്ല ശുദ്ധ മനസാക്ഷിയും നല്ല ചിന്താഗതിയും ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ച ദൈവത്തിന്റെ അഭിഷിക്തന്മാരായ ശ്രേഷ്ഠന്മാര് അവൻ ചെയ്യാത്ത തെറ്റിന് ജയിലിലകപ്പെട്ട് അതിനകത്ത് കിടന്ന് ആമേ കൈകാലുകൾ സ്വാതന്ത്ര്യമില്ലാതെ ഇരിക്കുമ്പോഴും ആമേ ദേഹത്ത് ആമേ ചുറ്റപ്പെട്ടിരിക്കുന്ന ചങ്ങലകൾ കുലുക്കിക്കൊണ്ട് അവർ ആരാധിച്ചപ്പോ, അവർ പാടി സ്തുതിച്ചപ്പോ ആമേ ഹല്ലേലൂയ, ആമേ ഒരു കാര്യം ഓർക്കടാ ആമേ ദൈവപൈതലേ, അവരുടെ ചങ്ങലകൾ പൊട്ടി താഴെ വീഴുന്നതിന് മുൻപ് ആമേ അതിനകത്തുള്ള ബന്ധിക്കപ്പെട്ടവരുടെ ചങ്ങലകൾ ആമേ താഴെ വീഴാനിടയായി തീർന്നു. ഈ രാത്രി ഓർക്കണമേ, അനേകരുടെ ബന്ധനങ്ങൾ അഴിയുന്ന ഒരു രാത്രിയായി, അനേകരുടെ കെട്ടുകൾ പൊട്ടുന്ന രാത്രിയായി, അനേക പൈശാചിക ബന്ധനങ്ങളെ തകർക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പൊ ആ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങള് മാത്രം രക്ഷപ്പെടണമെന്നല്ല, ഞങ്ങള് മാത്രം ആമേ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അർത്ഥത്തിലല്ല. ആമീൻ, മറ്റുള്ളവർ കൂടെ രക്ഷപ്പെടണമെന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് ശബ്ദമുയർത്തി അവർ പാടി സ്തുതിച്ചത്. അവരുടെ ആമേ ഗാനശകലങ്ങൾ എവിടെ വരെ കേട്ടോ അവിടെ വരെ ദൈവാത്മാവിന്റെ പരിവർത്തനമുണ്ടായി. ആമേൻ, ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ ആർക്കെങ്കിലും തോന്നിയേക്കാ ഇത്ര ശബ്ദത്തിൽ ഇവിടെ ആരാധിക്കണമോ, ഇത്ര ശബ്ദത്തിൽ സ്തുതിക്കണമോ. ആമേൻ, നമ്മൾ സ്തുതിക്കുന്നത് നമ്മുടെ ശക്തികൾ, ആമേൻ നമ്മൾ എനർജി ചിലവഴിക്കുന്നത് ആമേൻ നമുക്ക് വേണ്ടിയല്ല. ഈ ശബ്ദ ആമേൻ മണ്ഡലങ്ങൾക്കുള്ളിൽ ഒരന്ധകാരത്തിന്റെ പ്രവൃത്തികളും നടക്കാതിരിക്കാൻ, ദേശാധിപതികളുടെ പ്രവൃത്തി നടക്കാതിരിക്കാൻ ഇവിടെ ആരാധിക്കുമ്പോ ആമേൻ ഹല്ലേലൂയ, ആമേ കത്തിച്ചാരമാകുന്ന ചില പൈശാചിക ബന്ധനങ്ങളുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ആത്മാവിന്റെ കണ്ണുകൾ തുറന്ന്, ആത്മാവിന്റെ കണ്ണുകൾ തുറന്ന് ഈ രാത്രി നോക്കിയാട്ടെ. ആമേ ദേശത്തുയർന്നു പോകുന്ന ചില പൈശാചിക ബന്ധനങ്ങൾ ഈ രാത്രി ആരാധനയുടെ മധ്യത്തിൽ ഹല്ലേലൂയ ആമേൻ അഴിഞ്ഞു വീഴുന്ന രാത്രിയായി മാറും. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഴിഞ്ഞു വീഴുന്ന രാത്രിയായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. മിനിറ്റുകൾക്ക് മുമ്പ് വരെ ബന്ധിക്കപ്പെട്ടവരായി തലകുനിച്ച് കൈകാലുകൾ ചലിക്കാൻ കഴിയാതെ അകത്തേക്ക് കൊണ്ടുവന്ന് ആമേൻ സ്തോത്രം ഒരു സെല്ലിനകത്ത് കിടത്തിയ ഈ പ്രിയപ്പെട്ടവര് ആമേൻ പാടി സ്തുതിച്ചു കഴിഞ്ഞപ്പോ ആമേൻ ഓരോ സെല്ലിനകത്തു നിന്നും ആളുകൾ പുറപ്പെട്ട് കൈകളിലും കാലുകളിലും ചങ്ങലയില്ലാതെ ഇവരുടെ അടുത്ത് വന്ന് ആമേൻ സ്തോത്ര കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട്
യജമാനന്മാരെ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദമാ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരാധിക്കാൻ ലജ്ജിക്കരുത്, സ്തോത്രം പറയാൻ ലജ്ജിക്കരുത്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപത്തെ പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താല് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ പരിഹരിച്ച് കിട്ടിയ ദൈവമക്കള് ഇനി യേശുവിന്റെ രക്തത്തിൽ ജയമെടുത്ത് നമ്മൾ ആരാധിക്കുന്നവരാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഇതിനകത്തിരിക്കുന്നത്, അങ്ങനെ സ്തുതിക്കുന്നവരാണ് ഇതിനകത്തിരിക്കുന്നത്. യജമാനന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? സ്വയം കയ്യിലുള്ള ആയുധങ്ങൾ എടുത്ത് സ്വന്തം ശരീരത്തിന് അപകടങ്ങൾ ഉണ്ടാക്കി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വലിയൊരു കൂട്ടം ജയിലിലെ അധികൃതരോട് ഈ സാധാരണക്കാരെന്നും കുറ്റവാളികളെന്നും തോന്നിപ്പിക്കുന്ന നിലയിൽ ദൈവത്തിന്റെ ദാസന്മാര് വിളിച്ചു പറയുക, നിങ്ങൾ സ്വയം മരിക്കരുത്. നിങ്ങൾ മരിക്കാനല്ല ഞങ്ങൾ ആരാധിച്ചത്, നിങ്ങൾ നശിക്കാനല്ല ഞങ്ങൾ ആരാധിച്ചത്. നിങ്ങളിൽ നിങ്ങൾ അറിയാതെ കിടക്കുന്ന ചില ബന്ധനങ്ങളാണ് ഇന്ന് രാത്രി അഴിയുന്നത്, അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നാം അറിയാതെ നമ്മെ പിന്തുടരുന്ന, നാം അറിയാതെ നമുക്ക് കെണികൾ ഒരുക്കുന്ന, നാം അറിയാതെ നമ്മളെ അവമാനിക്കുന്ന, നാം അറിയാതെ നമ്മളെ ലജ്ജിപ്പിക്കത്തക്ക രീതിയിൽ ചില കരങ്ങൾ ചലിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരത്തിന്റെ ചലനങ്ങളല്ല, ആ പ്രവൃത്തി തന്നെ നിലയ്ക്കാൻ പോകുക. ഹല്ലേലൂയ, ആമേൻ. പ്രിയമുള്ളവരെ, അപ്പൊ അതുകൊണ്ട് നാം എവിടെ കൂടി വന്നാലും, നാം എവിടെയായിരുന്നാലും മഹത്വം യേശുവിന്, മഹത്വം രക്ഷകന്, മഹത്വം കർത്താവിന്. ഈ ഒരു ചിന്ത നമ്മളിൽ നിന്ന് മാറിപ്പോകരുത്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും, ഞാൻ എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കത്തില്ല. യെശയ്യാ പ്രവാചകൻ ദൈവിക ദർശനം പ്രാപിച്ച് ആത്മാവിൽ എഴുതി വെച്ച ഒരു ദൂതാണ്, മറ്റൊരുത്തനും ഞാൻ മഹത്വം വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. നാം മുഴുമഹത്വവും യേശുവിന് കൊടുക്കണം. നാം ജീവിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ആർദ്രമായ കരുണയൊന്ന് മാത്രമാണ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നമ്മുടെ ജോജിമോന്റെ വിവാഹമാണ്. ജോജിമോൻ ഒത്തിരി സന്തോഷത്തിലാണ്. സ്തോത്രം. വിവാഹം കഴിക്കാൻ നാളെ താല്പര്യപ്പെട്ട് ഒരുങ്ങി വരുന്ന ജോജിമോനുള്ളതിനേക്കാൾ സന്തോഷം നമുക്കുണ്ടായിരിക്കണം. വിവാഹം കഴിച്ചു പോയല്ലോ എന്നോർത്ത് ആരും വിചാരപ്പെടരുത്. സ്തോത്രം. ജോജിമോന്റെ വിവാഹം നാളെ നടക്കാൻ പോകുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള വലിയ ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ ഇവിടെ നിങ്ങളിൽ ചിലരും ഞാനുമൊക്കെ വിവാഹം കഴിച്ച സമയത്ത് ഒരു പക്ഷേ ഇതുപോലെ ഒരു പ്രാർത്ഥനയൊന്നും ക്രമീകരിച്ച്, അല്ലെങ്കിൽ ഇതുപോലെ വാഹനങ്ങളോ ഇതുപോലെയുള്ള ഓഡിറ്റോറിയമോ ഒന്നുമില്ല. ഉള്ളവരുണ്ട്, പക്ഷെ എൻ്റെ കല്യാണത്തിന് ഇല്ലായിരുന്നു. സ്തോത്രം. അപ്പോൾ അന്നും ഞങ്ങൾ വിവാഹം കഴിച്ച് ഇന്നുവരെയും ജീവിച്ചു. ഇന്നുവരെ ദൈവം നമ്മളെ നിലനിർത്തി. അതുകൊണ്ട് നാളത്തെ വിവാഹത്തിൽ ആ പ്രിയപ്പെട്ടവർ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആമേ സ്തോത്രം, ദീർഘവർഷങ്ങൾക്ക് മുൻപ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവര് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം കാണുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ആമേ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ കടന്നു വരേണ്ടത്, ആമേ ഒരുപക്ഷെ ഭർത്താവ്, എൻ്റെ ഭാര്യ പണ്ട് എന്നെ ഉപേക്ഷിച്ച് പോകേണ്ടതായിരുന്നു, പോയില്ല. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോകേണ്ടതായിരുന്നു, പോയില്ല. സ്തോത്രം. ഞങ്ങൾ അപകടത്തിൽ മരിച്ചു പോകേണ്ടവരായിരുന്നു, മരിച്ചില്ല. ഞങ്ങൾക്ക് തലമുറയെ ലഭിക്കുമെന്ന് വിചാരിച്ചതല്ല, ദൈവം തന്നു. ഓരോന്നോർത്ത് ദൈവസന്നിധിയിൽ നാളത്തെ ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് ദൈവത്തെ സ്തുതിക്കാനുള്ളപ്പോൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കും, എങ്ങനെ സ്തുതിക്കാതിരിക്കും, എങ്ങനെ മഹത്വം കൊടുക്കാതിരിക്കും? പ്രൈസ് ദി ലോർഡ്. ചിന്തിക്കാൻ ശേഷിയുള്ളവർക്ക് മാത്രമേ
ഇങ്ങനെ ചിന്തിച്ച് സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ചിന്തയില്ലാത്തവരല്ലല്ലോ. നാളെ എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്നവരാ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെ നടക്കാൻ പോകുന്ന വിശേഷപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ആ വിവാഹത്തിന്റെ മുന്നോടിയായി നാം ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിക്കാൻ കടന്നു വന്നവരാണ്. നമുക്ക് ചില മിനിറ്റുകൾ 1-2 വാക്യങ്ങളൊന്ന് വായിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഞാനും താല്പര്യപ്പെടുകയാണ്. ഇവിടെ പ്രാർത്ഥിച്ച സമയത്ത് കർത്താവിൻ്റെ ദാസന്മാര് പ്രാർത്ഥിച്ച ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. കാനാവിലെ കല്യാണത്തിന് യേശു പച്ചവെള്ളം വീഞ്ഞാക്കി, അല്ലേ? യേശു പച്ചവെള്ളം വീഞ്ഞാക്കി. അതൊരു കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു വിശേഷപ്പെട്ട ദിവസം. ആ ഭവനത്തിൻ്റെ വലിയ ഒരു കുറവ് കർത്താവ് പരിഹരിച്ചതാണ്. ഇനി ആ ഭവനത്തിന്റെ കുറവ് കർത്താവ് പരിഹരിക്കാൻ കാരണമുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 1 വായിച്ചാൽ. ആ ആ ആ ആ ആ ആ മതി 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 മതി. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകമായ ഒരു സന്ദർഭം, ഒരു രംഗം നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരണം. ആ കാലഘട്ടങ്ങളിൽ യഹൂദന്മാരുടെ വിവാഹ സദ്യകളിൽ വിളമ്പുന്ന വീഞ്ഞുണ്ട്. ആ വീഞ്ഞ് ഒരിക്കലും ഇന്നത്തെ ചാരായമല്ല, ഇന്നത്തെ മദ്യമല്ല. അപ്പൊ യേശു ലഹരിയുള്ള വീഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞ് ആ വചനം ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യപിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. സ്തോത്രം. ഒരു കാലത്ത് ഞങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് തെറ്റാണെന്നും അങ്ങനെയല്ല യേശു പ്രവർത്തിച്ചതെന്നും മനസ്സിലായത് ഒത്തിരി വൈകിയാണ്, ഒരുപാട് വൈകിപ്പോയി. സ്തോത്രം. അപ്പൊ ആ വിവാഹത്തിന്റെ സദ്യക്ക് വിളമ്പുന്ന വീഞ്ഞ്, ആ ദ്രാക്ഷാരസം തീർന്നുപോയി. വിശേഷപ്പെട്ട അതിഥികൾക്ക് തങ്ങളെ സ്വാഗതം ചെയ്തിരുത്തി ആദ്യം കുടിക്കാൻ കൊടുക്കുന്ന ആ ദ്രാക്ഷാരസമുണ്ടല്ലോ, അത് കൊടുക്കാത്ത പക്ഷം അവർക്കതൊരു അവഹേളനമാണ്, അവരെ ആദരിക്കാത്തതിന് തുല്യമാണ്, അവരെ ഗൗനിക്കാത്തതിന് തുല്യമാണ്. അത് ആ ഭവനത്തിലുള്ളവർക്ക് എന്നും ഒരു ആക്ഷേപമായി നിൽക്കും. പക്ഷേ ഏകദേശം ക്ഷണിക്കപ്പെട്ട അതിഥികൾ പകുതി വന്ന് കാണുമെന്ന് നമുക്ക് സങ്കല്പിക്കാം. വീഞ്ഞ് തീർന്നുപോയി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല ഇത്. സ്തോത്രം. അപ്പൊ ഒരു കാര്യം ഓർക്കണം, യേശുവിനെ അവര് ഈ വിവാഹ ഭവനത്തിൽ ക്ഷണിച്ചിരുന്നു. യേശുവിനെ ക്ഷണിച്ചിരുന്നു. ആരെയൊക്കെ ക്ഷണിക്കാൻ മറന്നുപോയാലും ഇന്ന് രാത്രി യേശുവിനെ ക്ഷണിച്ചാൽ ആമേൻ, ഞാനും നിങ്ങളും ലജ്ജിക്കപ്പെടാൻ ആ യേശു അനുവദിക്കത്തില്ല. ആമേൻ. ആരെയൊക്കെ ക്ഷണിക്കാൻ മറന്നുപോയാലും ഒരു നിമിഷത്തെ പരാതി കൊണ്ട് അത് അവസാനിക്കും. ജീവിതത്തിന്റെ ഒടുവിൽ വരെ ഒരു പേര് ദോഷമുണ്ടാകുന്ന അവസ്ഥ ആ ഭവനത്തിൽ വന്നപ്പോ യേശുവിനെ ക്ഷണിച്ചത് കൊണ്ട് യേശുവിന് അത് പരിഹരിക്കാൻ കഴിഞ്ഞു. രാത്രി യേശുവിനെ ക്ഷണിച്ചു കൊണ്ടിരിക്കണം. യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, യേശുവേ എന്റെ കൂടാരത്തിലേക്ക് വരണമേ. യേശുവിനെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പലതും പ്രതീക്ഷിക്കാം. ഇന്ന് നഷ്ടമായി കിടക്കുന്നത് ലാഭമാക്കി തരാൻ യേശുവിന് കഴിയും. ശരീര അവയവങ്ങളിൽ പോരാടുന്ന രോഗബന്ധനങ്ങളുടെ മേൽ അധികാരമുള്ള യേശുവിന് ഇന്ന് രാത്രി അത് പരിഹരിക്കാൻ കഴിയും. അതുകൊണ്ട് യേശുവിനെ ക്ഷണിച്ചത് കൊണ്ട്
യേശുവിനെ പ്രത്യേക ക്ഷണിച്ച് വരുത്തിയത് കൊണ്ട് യേശുവിൻ്റെ അമ്മ ഈ വിഷയം കണ്ടു എന്ന് പറഞ്ഞാൽ, ക്ഷണിക്കപ്പെട്ട വിശേഷപ്പെട്ട അതിഥിയായ ആ മാതാവ് ഓടി നടന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു, അല്ലേ? എല്ലായിടത്തും തന്റെ ശ്രദ്ധ പോകും. അതാണ് ഒരു വീട്ടമ്മയുടെ കഴിവ്. ഇന്നത്തെ കാലത്ത് കർണാടകയിലല്ല, കേരളത്തിലെ കാര്യം പറയാം. എവിടെ എന്ത് നടന്നാലും ഒരു മൊബൈൽ ഫോൺ എടുത്ത് തോണ്ടിയിരിക്കുന്ന എത്രയോ അമ്മമാര് കാണാം. നമ്മൾ തെരുവിലൂടെ നടക്കുമ്പോൾ 60-70 വയസ്സുള്ള അമ്മച്ചിമാരൊക്കെ വണ്ടി വന്ന് ഹോൺ അടിച്ചാൽ പോലും മാറാതെ റോഡിലൂടെ ഇങ്ങനെ ഫോണിലൂടെ ഭയങ്കര ശബ്ദത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. അവർ സംസാരിച്ച് നടന്നു പോകും. ചില വാഹനം ഒക്കെ അടുത്ത് കൊണ്ട് നിർത്തി അമ്മച്ചി എന്നാ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അമ്മച്ചി അതൊന്നും കാണത്തില്ല. എന്നാൽ സാമർഥ്യമുള്ള സ്ത്രീ, ആമേ, ശ്രദ്ധയുള്ള സ്ത്രീ, കഴിവുള്ള സ്ത്രീ, ദൈവകൃപയുള്ള സ്ത്രീ, ആമേൻ, ആത്മാവിൻ മർമ്മങ്ങളെ വിവേചിക്കാൻ കഴിവുള്ള സ്ത്രീ, ഹല്ലേലൂയ, ആമേൻ, വിവേചന വരമുള്ള സ്ത്രീ, ആമേ, ഒരു ഭവനത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പരിഹാരത്തിനുള്ള വഴി കണ്ടുപിടിക്കും. ആമേ, ഹല്ലേലൂയ. ആ മാതാവിന് അറിയാമായിരുന്നു ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, അത് നസറായനായ യേശുവാണ്. ഹല്ലേലൂയ. ആ വെളിപ്പാടാണ് ഒരു സ്ത്രീത്വത്തിന്റെ മുഖമുദ്ര. ആമേ, ഒരു സ്ത്രീത്വത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്, ആമേ, സ്തോത്രം, ആ വെളിപ്പാടാണ്. രാത്രി ആ വെളിപ്പാടുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആ വെളിപ്പാടുള്ള സഹോദരിമാർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. യേശുവിനോട് ചെന്ന് പറഞ്ഞു, ഇപ്പം ഈ വീട്ടിലെ കുറവ് പരിഹരിക്കാൻ ആരെങ്കിലും വന്ന് ഈ മാതാവിനോട് പറഞ്ഞ സ്ഥാനത്ത് എന്നോടാ പറഞ്ഞതെങ്കിൽ എൻ്റെ മനസ്സിൽ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാനുള്ള ഒരാള് ഉണ്ട് ഇവിടെ എന്ന് ബോധ്യമായാൽ ഞാൻ അവരോട് പറയും, സാരമില്ല, ഞാൻ ഏറ്റു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഏറ്റു. ഈ മാതാവ് അങ്ങനെ പറഞ്ഞില്ല. മാതാവ് എന്താ പറഞ്ഞത്? യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യണം. എന്റെ മനോഭാവമല്ല ആ മാതാവിനുണ്ടായിരുന്നത്. എന്റെ മനോഭാവമോ ചിന്താഗതികളോ അല്ല ആ മാതാവിനുണ്ടായിരുന്നത്. അവൻ, ആ മാതാവിനറിയാം, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. സാധാരണക്കാരിയായിരുന്ന ആമേ വിശുദ്ധയും ആമേ സ്തോത്രം ഹല്ലേലൂയ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്നതുമായ ഒരു സാധാരണ സഹോദരി ആമേ സ്തോത്രം ദൂതന്റെ ശബ്ദം കേട്ട് ആമേ ഞെട്ടിപ്പോയി. ആമേൻ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കാനിരിക്കുന്ന ശിശുവിന് യേശു എന്ന് പേര് വിളിക്കണം. ലോകത്തിലുള്ള സകല മനുഷ്യവർഗത്തിനും സന്തോഷം പകർന്നു കൊടുക്കുന്നവനാണ് യേശു. ഹല്ലേലൂയ. ആമേൻ. ഈ മർമ്മം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക, ഈ സത്യം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആമീൻ, യേശു എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. യേശു ക്രിസ്തുവിനെ ക്ഷണിച്ചു വരുത്തുന്ന വീട്, യേശുവിനെ ക്ഷണിച്ച് ആമേൻ വരുത്തുന്ന ഹൃദയം, യേശുവിനെ ആമേൻ പ്രതിഷ്ഠിക്കുന്ന ഹൃദയം, അങ്ങനെയുള്ള വ്യക്തികളുടെ ആമേ സ്തോത്രം, ആമേൻ സ്തോത്രം ജീവിതത്തിൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ അവരുടെ ആമേ സ്തോത്ര ബിസിനസ്സുകളിൽ, അല്ലെങ്കിൽ അവരുടെ കൃഷികളിൽ, അവരുടെ എല്ലാ മേഖലകളിലും ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഈ യേശു ക്രിസ്തുവിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് യേശുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കും? യേശുവിനെ എത്ര പേര് ഹൃദയത്തിൽ ആമേൻ പ്രതിഷ്ഠിക്കും? ഹല്ലേലൂയ. രക്ഷകനായി, നാഥനായി,
കർത്താവായി യേശുവിനെ ഹൃദയത്തിനകത്ത് പ്രതിഷ്ഠിക്കാൻ തക്കവണ്ണം ആമേൻ മനസ്സുണ്ടെങ്കിൽ ഈ രാത്രി നിന്റെ ബിസിനസ് വിജയിച്ചു, നിന്റെ കുടുംബം വിജയിച്ചു, നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ആമേൻ. ഇനി വേറൊരു കാര്യം നമ്മൾ ഓർക്കണം. ഈ ഭവനത്തിന്റെ പ്രശ്നം യേശു ആ ഭവനത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ പ്രശ്നത്തിന്റെ പരിഹാരം ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സ്തോത്രം. നാളുകൾക്ക് മുൻപ് വീഞ്ഞുണ്ടാക്കാൻ കിണറ്റിൽ നിന്നും കോരിയെടുത്ത ആ വെള്ളം കൊണ്ട് സ്വന്തം പരിചയം കൊണ്ടും സ്വന്തം അധ്വാനം കൊണ്ടും അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ വീഞ്ഞ് അവരുടെ കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണെങ്കിൽ ആമേ സ്തോത്രം, അത് തീർന്നു പോയപ്പോൾ അതേ കിണറ്റിൽ നിന്നും യേശു പറഞ്ഞിട്ട് കോരി വെച്ച വെള്ളം അതേ വീഞ്ഞിനേക്കാൾ ശ്രേഷ്ഠതയുള്ള വീഞ്ഞാക്കി മാറിയെങ്കിൽ ഇന്ന് രാത്രി യേശു നിന്റെ കൂടാരത്തിലുണ്ടെങ്കിൽ, യേശു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഇന്ന് വരെ ചെയ്തതുപോലെയല്ല, ഇന്ന് വരെ പരിവർത്തനമുണ്ടായതുപോലെയല്ല, ഇന്ന് വരെ ലാഭമുണ്ടായതുപോലെയല്ല, ഇന്ന് വരെ സമാധാനമുണ്ടായതുപോലെയല്ല, വ്യത്യസ്തമായ നിലയിൽ യേശുവിന്റെ കൃപ ഇതിനകത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകും. ആമേൻ. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. സ്തോത്രം. യേശുവിനെ ക്ഷണിച്ചു വരുത്തണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കർത്താവിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്, ആമേൻ, ഞാൻ വാതിൽക്കൽ നിന്നു മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. ആമീൻ. വാതിൽ മുട്ടുമ്പോൾ തുറന്നു കൊടുക്കുന്നവന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒരുവനാണ് യേശു. ഹല്ലേലൂയ. അതേ സമയത്ത് വചനം പറയുന്നു, പിശാച് അറുക്കാനും മുടിപ്പാനും കൊലപാതകം ചെയ്യാനുമാണ് വരുന്നത്. യേശു വരുന്നത് സമൃദ്ധിയില്ലാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ സമൃദ്ധിയായ ജീവൻ നൽകാനാണ് വരുന്നത്. അപ്പോൾ വാതിൽ മുട്ടി അകത്തേക്ക് പ്രവേശിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചു വരുന്നത് യേശുവാ. വന്ന് ഇടിച്ചു കയറുന്നത് പിശാചാണ്. പിശാചിന് നമ്മുടെ അനുവാദമൊന്നും വേണ്ട നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ആമേൻ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനാൽ യേശു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ 4 പേരറിയും. 4 പേരറിയും. അതിന്റെ കാരണം ഇതിനകത്ത് ഇന്ന് രാത്രി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതല് അന്യഭാഷ അടയാളത്തോടുകൂടെ യേശുവിനെ ആരാധിക്കുമ്പോ ഒരുപക്ഷെ അടുത്തിരിക്കുന്നവരറിയും. ആമേ, 4 പേരറിയോ നിന്റെ ഉള്ളിൽ യേശുവുണ്ട്, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ആമേ, നീ ഒരു സാധാരണ വ്യക്തിയല്ല. ആമേ, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി, ഈ അത്യന്ത ശക്തി നിന്റെ സ്വന്തമല്ല. ഇത് ദൈവത്തിന്റെ ദാനമത്രേ. ഇത് കോട്ടകളെ ഇടിക്കുന്നതാണ്, ഇത് പാറയെ പിളർക്കുന്നതാണ്, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്നതാണ്, താമ്രവാതിലുകളെ ഉടയ്ക്കുന്നതാണ്, നമ്മളെ എത്തേണ്ടിടത്തെത്തിക്കുന്നതാണ്. അതേ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോ 4 പേരറിയുമെങ്കിൽ പിശാച് നമ്മുടെ ഉള്ളിൽ വരുമ്പോ ആരും അറിയത്തില്ല. ആരും അറിയത്തില്ല. നമ്മൾ പോലും അറിയത്തില്ല. അവൻ നുഴന്ന് കയറുന്നവനാണ്. അവൻ അനുവാദമില്ലാതെ അകത്ത് പ്രവേശിക്കുന്നവനാണ്. നമ്മളിൽ ആരെങ്കിലും നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നാൽ ഒരുപക്ഷെ വാതിൽ അകത്തുനിന്ന് കുറ്റി ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമ്മൾ വാതിൽക്കൽ മുട്ടത്തില്ലേ? അതോ എൻ്റെ കൂട്ടുകാരനെ വീടാന്നോർത്ത് ഇടിച്ചു കയറുമോ? കയറരുത്. കയറുന്നുവെങ്കിൽ അത് ഏതാത്മാവാ? ദുരാത്മാവാ. വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ഏതാത്മാവാ? യേശുവിന്റെ ആത്മാവാ. ഒരു സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വന്തം ഭാര്യ മാത്രമേ വീട്ടിനകത്തുള്ളെങ്കിലും വാതിൽ മുട്ടിയിട്ട് കയറണമെന്ന്.
ഭർത്താവ് മാത്രമേ ഉള്ളെങ്കിലും ഭാര്യ വന്നിട്ട് എൻ്റെ അച്ഛൻ തന്നെ ഉള്ളൂ, അങ്ങ് കയറിയേക്കാന്ന് ഓർത്ത് കയറാതെ വാതിൽ മുട്ടിയിട്ട് കയറണം. സ്തോത്രം. യേശുവിന്റെ ആത്മാവുള്ളവർക്കേ അത് കഴിയത്തുള്ളൂ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വരുമ്പോ 4 പേരറിയും. എങ്ങനെ അറിയും? ആത്മാവിൽ ആരാധിക്കും, ആത്മാവിൽ ആരാധിക്കും, അത്യുച്ച നാദത്തോടെ, കൈത്താളങ്ങളോടെ, ആമേൻ, അഭിഷേകത്തോടെ ആ വ്യക്തി ദൈവത്തെ ആരാധിക്കുമ്പോ ഇവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ആമേൻ അറിയാനിടയായി തീരും. ഈ പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിൽ ഇരുന്ന് ആത്മീയ കാര്യങ്ങളിൽ സംബന്ധിക്കാൻ കഴിയാതെ ഈ സഹോദരനോ സഹോദരിയോ ജഡത്തിന്റെ കാര്യം ചിന്തിക്കുന്നെങ്കിൽ, ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ, ആത്മാവിന്റെ ഭക്ഷണമായ ആരാധന ഒരുക്കി കൊടുക്കുന്നില്ലെങ്കിൽ ഈ ആത്മാവ് ഉള്ളിലിരുന്ന് ഞരങ്ങും. അങ്ങനെ ഞരങ്ങി ഈ ആത്മാവ് വിട്ടുപോകും. വിട്ടുപോകുമ്പോൾ ഒരു മനുഷ്യനും അറിയത്തില്ല. ഈ ഫാൻ സ്വിച്ച് ഓഫ് ചെയ്താൽ കുറച്ചു നേരം കറങ്ങും, ഇല്ലേ? എന്നോർത്ത് കറണ്ട് ഉണ്ടെന്നാണ് ഓർത്തം. കറണ്ട് പോയി. കുറെ നേരം ഇങ്ങനെ കറങ്ങും. കറങ്ങി 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 നമ്മൾ ആഗ്രഹിക്കുന്ന ആസ്വാദനം അതിൽ നിന്ന് ലഭിക്കാതെ പോകുമ്പോൾ മനസ്സിലാകും കറണ്ട് പോയി. ഇതുപോലെ ആത്മാവ് പോയി കഴിയുമ്പോൾ പിന്നെ ആ വ്യക്തിയുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ആമി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. സ്തോത്രം. അതേ സമയത്ത് പിശാച് ഉള്ളിൽ വരുമ്പോ ആരും അറിയത്തില്ല, ഒരു മനുഷ്യനും അറിയത്തില്ല. വിട്ടു പോകുമ്പോ 4 പേരറിയും, വിട്ടുപോകുമ്പോ കുറച്ചു പേരറിയും. വീണ് കിടന്നുരുണ്ട് ആ പിശാചിന്റെ അഡ്രസ് പറഞ്ഞ് ഞാൻ ഇന്നതിന് വന്നതാ, എന്റെ ലക്ഷ്യം ഇന്നതാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ നാണം കെടുത്തിയേ വിട്ടുപോകത്തുള്ളൂ, അവമാനിച്ചേ വിട്ടുപോകത്തുള്ളൂ, കുടുംബകലഹമുണ്ടാക്കിയേ വിട്ടുപോകത്തുള്ളൂ, ബന്ധുക്കളുടെ ഇടയിൽ ഛിദ്രമുണ്ടാക്കിയിട്ടേ പിശാച് വിട്ടുപോകത്തുള്ളൂ. അപ്പൊ ദൈവാത്മാവും ദുരാത്മാവും തമ്മിലുള്ള വ്യത്യാസമാണത്. അതുകൊണ്ട് ആമീൻ, ആത്മാവിൽ ആരാധിക്കാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കണം. ആത്മാവിൽ ദൈവത്തിന് സ്തുതിക്കുവാൻ എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കണം. ഇവിടെ ഈ ഭവനത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ യേശുവിനെ വിശേഷാൽ ക്ഷണിച്ച വീട്ടിൽ വരുത്തിയത് കൊണ്ടാണ് കർത്താവ് വന്നത്. ഇനി അങ്ങനെ വിളിച്ചു വരുത്തിയത് കൊണ്ടാണ് ആ ഭവനത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. അപ്പോൾ യേശു ക്രിസ്തു, ആമേൻ, സ്തോത്രം, നമ്മുടെ കൂടാരങ്ങളിൽ വന്നാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മൾ ആമേൻ പ്രശ്ന പരിഹാരത്തിന് ഒരിടത്തും പോകണ്ട. ആ യേശുവിനെ സ്തുതിച്ചാൽ മതി, യേശുവിനെ ആരാധിച്ചാൽ മതി. നമ്മുടെ പ്രശ്ന പരിഹാരം നമ്മുടെ ഭവനത്തിൽ തന്നെ ഉണ്ടായിരിക്കും. ഇനി ഈ കിണറ്റിലെ വെള്ളം കോരി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന പാത്രത്തിനകത്ത് ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ശുശ്രൂഷകന്മാര് അക്ഷരം പ്രതി അനുസരിച്ചിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങളിൽ വക്കോളം നിറച്ചു വെച്ചു. കോരിയത് ഇതിനു മുൻപ് കോരിയിട്ടുള്ള കിണറ്റിൽ നിന്നും. ഈ കിണറ്റിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ആ കിണറ്റിലെ വെള്ളം വീഞ്ഞാക്കിയതല്ല. ഈ മനുഷ്യർ കോരിക്കൊണ്ടുവരുന്ന വഴിമധ്യത്തിൽ വീഞ്ഞായതല്ല. ഇവരോട് പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞപ്പോ അവരാ പാത്രത്തിൽ ഒഴിക്കുമ്പോൾ അത് പച്ചവെള്ളമാണ്. അനുസരിച്ച ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവൻ അവിടെയാണ് അടയാളം നടക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ പ്രവൃത്തി ഇന്ന് രാത്രി ഇതുപോലെയുള്ള വിടുതൽ നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ ഹൃദയത്തിൽ ഒന്ന് ക്ഷണിച്ചു വരുത്ത്. എന്നിട്ട് യേശുവിനോട് വിഷയം തുറന്നു പറ. ഇവിടെ വെച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടും, ഈ ഭവനത്തിൽ വെച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വെറുതെ വന്നതല്ല. ഇന്ന് രാത്രി വിടുതൽ അനുഭവിച്ച് മടങ്ങും.
ഹല്ലേലൂയ. ആമേൻ. വിടുതൽ അനുഭവിച്ചു മടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഈ വെള്ളങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഈ വെള്ളവും ദൈവവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ദൈവം ആകാശത്തിന്റെ കീഴെ, വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന്, വെള്ളം കെട്ടിക്കിടന്ന മേഖലയിൽ നിന്നും ആ വെള്ളം ഒരു ഭാഗത്തേക്ക് കൂടട്ടെ എന്ന് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്തപ്പോ ഭയന്ന് വിറച്ചുകൊണ്ട്, പേടിച്ചരണ്ടുകൊണ്ട്, ആജ്ഞാനുസരിക്കുന്ന വീരന്മാരെ പോലെ, ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കുന്ന ദാസന്മാരെ പോലെ ആ വെള്ളങ്ങൾ ഓടി മാറി ഒരു ഭാഗത്തേക്ക് പോയി. ആമേൻ. സ്തോത്രം. വായിച്ചാട്ടെ. ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും ദൈവം പേരിട്ടു. ദൈവം പേരിട്ടു. അപ്പൊ ആരാണ് ഈ വെള്ളങ്ങളെ ഒരു സ്ഥലത്ത് നിലനിർത്തിയിട്ട്, ആമേൻ, പഞ്ചസാര മണൽ കൊണ്ട് അതിന് അതിരുവരമ്പുകളെ സൃഷ്ടിച്ച് ആക്കി വെച്ചിരിക്കുന്നത് ആരാണ്? കോട്ട കെട്ടിയല്ല. ആമേൻ. മണലാണ് അതിനതിരെങ്കിൽ, ആമേൻ, ദൈവം മണൽ കൊണ്ട് അതിരുവരമ്പുകൾ ഉണ്ടാക്കി വെച്ചതിന്റെ ഇപ്പുറത്തേക്ക് വരാൻ ഭയപ്പെട്ടുകൊണ്ടിരുന്ന ആ സമുദ്രം ഇപ്പോൾ മനുഷ്യവർഗത്തിന്റെ പാപം ആമേ പെരുകി വന്നപ്പോൾ ആ മനുഷ്യരെ ആമേ ശിക്ഷിക്കത്തക്കവണ്ണം പലപ്പോഴും ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന ജലതടാകങ്ങൾ കരയ്ക്ക് കയറാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വെള്ളത്തിന്റെ ഒരംശമാണ് യേശുവിനെ വിളിച്ചു വരുത്തിയ ഈ കൂടാരത്തിൽ നിന്നും അവര് കോരി കുടിക്കുന്ന കിണറ്റിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ യേശുവിന് ഈ വെള്ളത്തെ വീഞ്ഞാക്കത്തക്കവണ്ണം പ്രത്യേകിച്ച് ഒരു ജാലവിദ്യയുടെ ആവശ്യമില്ല. ഹൃദയത്തിനകത്തിൽ നിരൂപിക്കുന്ന വിഷയങ്ങൾ, ആമേൻ, യേശു നിരൂപിക്കുന്ന വിഷയങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വ്യതിയാനം ഉണ്ടാകണമെന്ന് യേശു ആഗ്രഹിച്ചാൽ അത് ഇവിടെ വെച്ച് നടക്കും. ആമേൻ. ഈ ഇരിപ്പിൽ അത് നടക്കും. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുൻപ് നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നു എന്റെ യേശുവിന് കഴിയും? എന്റെ യേശുവിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പൊ നാം അത്ഭുതപ്പെടുന്നു എങ്കിലും ദൈവം തന്റെ ദൈവത്വം തെളിയിക്കാൻ ഒരു വിവാഹ വീട്ടിൽ വരേണ്ടി വന്നു. അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് ആമേൻ ഒരു വിശുദ്ധ വിവാഹത്തിന്റെ മധ്യത്തിൽ കർത്താവ് ചെയ്തെങ്കിൽ നമ്മുടെ പ്രിയ ആമേ ജോജിമോന്റെ വിവാഹം നാളെ നടക്കുമ്പോ ആമേ ദൈവപ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുവാൻ യേശുവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിയാത്ത അനേകർ അവിടെ കടന്നു വരുന്നെങ്കിൽ അവരുടെ ഉള്ളിൽ ആമേൻ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഈ വിശുദ്ധ വിവാഹം മുഖാന്തരമായി തീരട്ടെന്ന്, ഈ വിശുദ്ധ വിവാഹ കാരണമായി തീരട്ടെന്ന് എത്ര പേരാഗ്രഹിക്കുന്നു? ആമേൻ. നാം ആഗ്രഹിച്ചാൽ മതി. നാം ആമേ സ്തോത്രം അവിടെ കടന്നു ചെല്ലുന്നത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. ആമേ നമ്മളെ പോലെ കർത്താവിൽ നിന്ന് അവർണ്ണനീയമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ നിത്യത ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ കടന്നു ചെല്ലുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടെ നമ്മൾ പോകണം. സ്തോത്രം. നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് അത് ചെയ്യണമെന്നാ വചനം. അപ്പം നാളെയും നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. രാജാക്കന്മാരുടെ പുസ്തകം, 2 രാജാക്കന്മാരുടെ പുസ്തകം 2:13 മുതൽ 15 വരെ ഒന്ന് വായിച്ചാട്ടെ.
ആ ആ ആ ആ ആ പിരിഞ്ഞു. ആ മതി മതി മതി. ഈ സാഹചര്യവും ഈ രംഗങ്ങളും നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ബംഗാളിൽ നിന്നും വരുന്ന ബംഗാളികൾ തലേ ചുമന്നുകൊണ്ട് വിറ്റ് വരുന്ന ഒരു പുതപ്പല്ലത്, ഒരു കമ്പിളിയല്ല. അങ്ങനെ ഒരു കമ്പിളി മേടിച്ചതല്ല, വില കുറച്ച് മേടിച്ച ഒരു കമ്പിളിയല്ല. പിന്നെയോ നാളുകൾക്ക് മുൻപ് സ്വന്തം അപ്പൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വയലിൽ 12 ജോഡി കാളകളെ വെച്ച് ഉഴുതുകൊണ്ടിരുന്ന ആ കുടുംബത്തിലെ ആമേ സ്തോത്രം വയലിൽ ആ കണ്ടം ഉഴുതുമറിക്കാൻ പോകുമ്പോ 12ാമത്തെ ജോഡിയിൽ ആമേ സ്തോത്രം നുകവും കലപ്പയും വെച്ച് കെട്ടി ആമേ കണ്ടമുഴുതുകൊണ്ടിരുന്ന നിലമുഴുതുകൊണ്ടിരുന്ന ഒരു അനുസരണമുള്ള ഒരു വ്യക്തിയായിരുന്നു ഏലീശ. ഏലീശ ആമീൻ അധ്വാനിക്കുന്ന വ്യക്തി ആയതുകൊണ്ട്, ഉത്തരവാദിത്വമുള്ള വ്യക്തി ആയതുകൊണ്ട്, ആമേ സമർപ്പണമുള്ള വ്യക്തി ആയതുകൊണ്ട് ദൈവം ഏലിയാ പ്രവാചകന് ഏലീശയെ കാണിച്ചു കൊടുത്തു. നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരായിരിക്കണം, നമ്മളെല്ലാവരും ഭാരം ചുമക്കുന്നവരായിരിക്കണം, നമ്മൾ ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കണം. സ്തോത്രം. അങ്ങനെ വരുമ്പോഴാണ് ദൈവം തന്റെ ദാസന്മാർക്ക് ഇങ്ങനെയുള്ളവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അത് അനുഗ്രഹത്തിന് വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, അപ്പോൾ ഈ ഏലീശയെ ഏലിയാവ് വിളിച്ചു. പ്രാർത്ഥനക്കാരനായ ഏലിയാവ് ഏലീശയെ വിളിച്ചു. ഏലീശ ആ വിളി കേട്ട് താൻ എന്ത് ചെയ്തു? സ്തോത്രം. ആ കാളകളെ 11 കാളകൾ മുന്നോട്ട് പോകുമ്പോ 12ാമത്തെ ജോഡി കാളകളെ ഒരു സൈഡിലേക്ക് തിരിച്ച് കരയ്ക്ക് കയറ്റി ആ കലപ്പയും നുകവും വെട്ടിക്കീറി വിറകാക്കി ആ കാളകളെ അറുത്ത് ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കി വീട്ടിലൊരു പ്രാർത്ഥന വെച്ച് സകലർക്കും വിളമ്പി കൊടുത്തിട്ട് പരസ്യ പ്രഖ്യാപനം ചെയ്തു, ഞാൻ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങാൻ പോകുകയാ, ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ഇറങ്ങാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആമേ സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലേക്ക് കുതിച്ചുയരുന്ന കലങ്ങി മറയുന്ന ആമേ ഹല്ലേലൂയ യോർദാൻ നദിയെ കണ്ട് പേടിക്കേണ്ട വരത്തില്ല. ദൈവം നിന്റെ പ്രശ്നത്തിന് പരിഹാരം എന്തോ അത് നിന്റെ കൈകളിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഏലീശ പ്രാർത്ഥന കഴിഞ്ഞ് ഏലിയാവിന്റെ പുറകെ പോയി. പല സന്ദർഭങ്ങളിലും ഈ ഏലിയാവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് മേഖലകളിൽ ഒരുപാട് ദൈവപ്രവർത്തികൾ ഏലീശ കണ്ടിട്ടുണ്ട്, ഏലിയാവ് പ്രാർത്ഥിച്ച് ചെയ്യുന്നത്. ആമീൻ. അപ്പോൾ ഏലിയാവിന്റെ ശുശ്രൂഷയുടെ ഒടുവിലത്തെ കാലഘട്ടമായപ്പോ ഏലിയാവ് ഏലീശയോട് ചോദിക്കുന്നു, എന്റെ കൈക്ക് വെള്ളമൊഴിക്കുന്ന ഒരു ദാസനെ പോലെ സമർപ്പണമുള്ളവനായി എന്റെ കൂടെ കൂടിയിട്ട് കാലങ്ങളായല്ലോ, ഞാൻ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടാൻ പോകുന്നു എന്ന് ദൈവം എനിക്ക് മുന്നറിയിപ്പ് തന്നു. ഞാൻ എടുക്കപ്പെടുന്നതിന് മുൻപ് നീ എന്താണ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? സ്തോത്രം. കർത്താവിനെ ആരാധിച്ചാൽ, യേശുവിനെ വിളിച്ചപേക്ഷിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഇന്ന് രാത്രി ഒരു മർമ്മം മനസ്സിലാക്കണം. നിന്നെ വെറുതെ വിടുന്നവനല്ല, നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാണ്. അത് സാമ്പത്തികമാകട്ടെ, അത് ആത്മീയമാകട്ടെ, അത് ശാരീരികമാകട്ടെ, അത് തലമുറകളുടെ ജീവിതത്തിലാകട്ടെ. ഇന്ന് രാത്രി നിന്നെ വെറുതെ അയച്ചു കളയുന്നവനല്ല ദൈവം. അനുഗ്രഹിക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഏലീശ സ്തോത്ര കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരാളാ. കർത്താവിന്റെ ദാസൻ ബൈജു പാസ്റ്റർ നെല്ലിയാടി ആർലത്ത് ന്യൂ ഇന്ത്യ ചർച്ചിൽ ആമേ നിന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ട്രാൻസ്ഫർ ആയി പോകുന്നുവെങ്കിൽ ആമേ സ്തോത്രം
മറ്റൊരു അഭിഷിക്തൻ അവിടെ വന്ന് വേല ആരംഭിക്കുന്ന കാലം മുതൽ മുന്നോട്ട് ഒരു പക്ഷെങ്കിൽ നിലവിലുള്ള സുഗമമായ സുവിശേഷ ജൈത്രയാത്രയായിരിക്കുകയില്ല, ഒരുപക്ഷെ പ്രതിസന്ധികൾ ഉള്ളതായിരിക്കാം. ഇത് മനസ്സിലാക്കാൻ ആത്മാവുള്ള ദൈവമക്കൾക്ക് കഴിയും. പരിശുദ്ധാത്മാവ് വിവേചിച്ച് നൽകാനിടയായി തീരും. അപ്പോൾ എന്താണ് ഈ ദൈവദാസൻ ദൈവമക്കളോട് ഞാൻ പോകുകയാണ്, നിങ്ങളുടെ ആഗ്രഹം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞാൽ ഞാനത് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോ നമുക്ക് പറയാനുള്ളത്, ദൈവദാസനെ അങ്ങ് ചില വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഞങ്ങൾക്കുള്ള ആത്മീയ കാഴ്ചപ്പാടിന്റെ ഇരട്ടി പങ്ക് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. ഞങ്ങൾക്ക് ആത്മീയത വർദ്ധിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന വർദ്ധിക്കണോ. ഞങ്ങൾക്ക് യേശുവുമായിട്ടുള്ള കൂട്ടായ്മ വർദ്ധിക്കണോ. ഹല്ലേലൂയ. ദർശനമുള്ളവർ ഇതേ പറയൂ. സ്തോത്രം. ഹല്ലേലൂയ. ദർശനമുള്ള ദൈവമക്കൾ അതാണ് പറയുന്നത്. അതാണ് എലീശയും പറഞ്ഞത്. അങ്ങ് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ വന്നു കണ്ട അന്ന് മുതൽ ഇന്ന് വരെ അങ്ങയിൽ വ്യാപരിച്ച ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. നോക്കണം, എനിക്ക് ഓടി നടന്ന് മടുത്തു. ഒരു നല്ല വാഹനം വേണം. എനിക്ക് കൂടാരമില്ല. എനിക്കൊരു വീട് വേണം. ഇതൊന്നുമല്ല പറഞ്ഞത്. എനിക്കൊന്നേ ആഗ്രഹമുള്ളൂ, അത് അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്കാണ്. അതിന്റെ കാരണം അങ്ങ് പ്രാർത്ഥിച്ച് പ്രാപിച്ചതായ കൃപ കൊണ്ട് പോലും പലയിടത്തും ഭീകര പ്രവർത്തനങ്ങൾ നടന്നു, ഭീഷണികൾ ഉണ്ടായി. എന്നാൽ എനിക്കതില്ലാത്തത് കൊണ്ട് ഇന്ന് എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര് ഇതിനകത്ത് എത്ര പേരുണ്ട്? ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ഈ രാത്രി തന്റെ ജനത്തിന്റെ മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഏലിയാവ് എലീശയോട് പറയാ, സഹോദര അല്ലെങ്കിൽ ദൈവദാസനെ, ചോദിച്ചത് നല്ല കാര്യമാണ്, പക്ഷേ എളുപ്പമുള്ള കാര്യമല്ല, ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ഒരുപാട് വില കൊടുക്കേണ്ടതായിട്ട് വരും. സ്തോത്രം. ഞാൻ കണ്ടിട്ടുള്ള കേരളത്തിലെ പല സഹോദരി സഹോദരന്മാർക്കും ചിലർക്ക് മാത്രം വില കൊടുത്താത്മീയം നേടാൻ കഴിയാതെ കാശ് കൊടുത്ത് പ്രവാചകന്മാരെ വിളിച്ച് അവര് പറയുന്ന ദൂതുകൾ കേട്ട് അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകന്മാരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ആലോചന അനുസരിക്കുക തന്നെ വേണം. എന്നാൽ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് വരുന്നവരല്ല. നമ്മുടെ ഭാവിയെ കുറിച്ച് നമുക്കറിയാമെന്നത് വേറെ ഒരാൾക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ എന്ത് കുരുത്തക്കേട് കാണിച്ചിട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ഇന്ന് പകലിൽ പ്രവചിക്കാൻ രാത്രി നിങ്ങൾക്ക് കഴിയത്തില്ല. പക്ഷെ എനിക്കറിയാം എന്നെ. ഹല്ലേലൂയ. എന്ത് കുരുത്തക്കേട് കാണിച്ചാലും എന്ത് തെറ്റ് കാണിച്ചാലും എനിക്കത് പരസ്യമായി പ്രവചിക്കാൻ അറിയാം. പക്ഷെ നിങ്ങൾക്കറിയാതിരിക്കുന്നത് എന്റെ ഭാവി നിങ്ങളുടെ കയ്യിലല്ല. ഓരോരുത്തരെ കുറിച്ച് അവരവർക്ക് അറിയാമെന്നതിനധികം വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ മാനസാന്തരപ്പെട്ടാൽ, ഏറ്റു പറഞ്ഞുപേക്ഷിച്ചാൽ, ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കിയാൽ ആമേ കരുണ ലഭിക്കും, കരുണ ലഭിക്കും. ആമേ അതാണ് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ആമേ എലീശയോട് പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. മതി. ഇവര് മരുഭൂമിയിലാണുള്ളത്, മണലാരണ്യത്തിലാണുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട്, മണലാരണ്യത്തിൽ മണൽക്കാറ്റടിച്ചാൽ അവിടെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ചുഴലിക്കാറ്റ് കറക്കി കറക്കി മനുഷ്യന്റെ ശരീരാവയവങ്ങളിലെ ആമി ഉള്ളിൽ പ്രവേശിച്ച ആന്തരിക ഭാഗം വരെ കേടുപാടുണ്ടായിട്ട് ആ മനുഷ്യൻ മരിച്ചു പോകുന്ന അവസ്ഥ മണൽക്കാറ്റിനകത്തു നിന്ന് സംഭവിക്കും. ഇവിടെ പലർക്കും അറിയാം, വിദേശത്ത് പോയവർക്കെല്ലാം അറിയാം. ആ സമയത്തൊക്കെ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല, സർക്കാർ അനുവദിക്കത്തില്ല, വാഹനങ്ങൾ പോലും ഓടാൻ പറ്റത്തില്ല.
അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏലിയാവ് ഒരുപക്ഷെങ്കിൽ 80, 70, 60, 100 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത്രയും ഭാരം ഒരു ചുഴലിക്കാറ്റ് കൊണ്ട് കറക്കി കറക്കി ആകാശത്തിലേക്ക് ഉയർന്നു പോകണമെങ്കിൽ ആ കാറ്റടിച്ചു പറത്തുന്ന മണൽത്തരികൾ കണ്ണുകൊണ്ട് കാണാൻ, ജീവൻ മരണ പോരാട്ടത്തോടുകൂടെ നിലനിൽക്കാൻ എലീശയ്ക്ക് കഴിഞ്ഞെങ്കിൽ ആ വില കൊടുത്ത് വാങ്ങിയ കൃപയാണ്, ആ വില കൊടുത്ത് വാങ്ങിയ അനുഗ്രഹമാണ് തന്റെ പക്കലുള്ളത്. ആത്മീയ ജീവിതം, സ്തോത്രം, ഹല്ലേലൂയ, നിസാരമല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് വില കൊടുത്ത് മുന്നേറണം. ആമേൻ. മദ്യപാനികളായ ഒത്തിരി പേര്, ആമേ, സാമൂഹ്യ വിരുദ്ധരായ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തങ്ങളുടെ കൂടാരത്തിലേക്ക് ചെന്ന് കഴിയുമ്പോ, ആമേ, സ്തോത്രം, വീട് അടച്ചു കുറ്റിയിട്ട് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെയ്ത തെറ്റെന്താണ്? യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ചു, മദ്യപാനം നിർത്തി, സകല ദുഷ്പ്രവർത്തികളും നിർത്തി. പക്ഷെ നിനക്ക് എൻ്റെ വീട്ടിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ട എത്രയോ ചെറുപ്പക്കാരെ ഞങ്ങളുടെ കൂടാരത്തിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വില കൊടുത്ത് വാങ്ങിയ കൃപകൾ വെച്ചുകൊണ്ട്, ആമേൻ, ആ ഏലിയാവിന്റെ കയ്യിൽ നിന്ന് വീണ പുതപ്പെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട്, ആമേൻ, യാത്ര ചെയ്തപ്പോ, ആമേൻ, മരണ യോർദാൻ എന്നറിയപ്പെടുന്ന ആ യോർദാനിൽ കലങ്ങി മറിയുന്ന കുത്തൊഴുക്കോടുകൂടെ അനേകരെ കുത്തിയൊഴുക്കി, ആമേൻ, സ്തോത്രം, നാശത്തിലേക്ക് തള്ളിവിട്ട ആ പ്രതിസന്ധിയുടെ മുൻപിൽ ചെന്നപ്പോ, ആമേൻ, എലീശയുടെ കയ്യിലുള്ള ആ പുതപ്പെടുത്ത് വെള്ളത്തിൽ അടിച്ചപ്പോ ഭയന്നോടി ആ വെള്ളം ഇരുവശങ്ങളിലേക്ക് ചിറ പോലെ നിന്നെങ്കിൽ ഇന്നും രാത്രിയിൽ, ഹല്ലേലൂയ, കൃപ പ്രാപിച്ച ദൈവ പൈതലേ, നീ ഭയപ്പെടണ്ട. നിന്റെ കൂടാരത്തിന് നേരെ വരുന്ന, നിന്റെ തലമുറയ്ക്ക് നേരെ വരുന്ന, നിന്റെ സാമ്പത്തിക പ്രശ്നത്തിന് നേരെ വരുന്ന, ആമേൻ, വിഷയങ്ങളെ കണ്ട് ഇന്ന് രാത്രി ഭയപ്പെടണ്ട. ആമേൻ, കൃപ നിന്റെ മേലുണ്ടോ? ഹല്ലേലൂയ, കൃപ നമ്മിലുണ്ടോ? ഭയപ്പെടണ്ട. മോശ ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും വിളിച്ചിറക്കി യാത്ര തിരിച്ചു. ദൈവം പറഞ്ഞിട്ടാ, ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ ഫറവോനോട് പറഞ്ഞു വിട്ടയച്ചില്ല. 10 ബാധ ഒന്നിനു പുറകെ ഒന്നായി വന്നു. ഫറവോന്റെ ഹൃദയം കഠിനമായി. ഈ പ്രിയപ്പെട്ടവർ അധ്വാനിച്ചതിന് ഫലം കൊടുത്തില്ല, ശമ്പളം കൊടുത്തില്ല. ആമേൻ, സ്തോത്രം. മാംസം തിന്നാൻ ആഗ്രഹിച്ചപ്പോ ഉയരത്തിലെ ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് കാടപ്പക്ഷിയെ, ആമേൻ, വീടിന്റെ വാതിൽക്ക കൊണ്ടുവന്ന് ചിറകടിച്ച് നിൽക്കത്തക്കവണ്ണം, ആമേൻ, കാടപക്ഷിയെ കൊടുത്ത് കൈ നീട്ടി പിടിച്ചവരത് വറത്തു തിന്നു. ഹല്ലേലൂയ, ആമേ. സാധാരണ, ആമേൻ, ആർക്കും വേണ്ടാത്ത ഭക്ഷണം കൊടുത്തവരും അടുത്തു കഴിഞ്ഞപ്പോ ദൈവ സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തു. നീ ആരാധിക്കാൻ ഇറങ്ങാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ വരുന്ന ചില നന്മകള് കയ്യെത്തിപ്പിടിച്ച നിനക്ക് നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ ജനം വാതിൽക്കൽ വന്ന് നിൽക്കുകയാ. ഏത്? ആമേൻ, സമുദ്ര തീരത്ത് വന്ന് നിൽക്കുകയാ. സാധാരണ ഏതൊരു സന്ദർഭങ്ങളിലും ഭയപ്പെടുന്നത് സഹോദരിമാരാ ആദ്യം. ഇപ്പോൾ ഈ വീടിന്റെ ഓരത്ത് ഒരു 150 അടി പൊക്കമുള്ള ഒരു തെങ്ങ് നിൽക്കുന്നു എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. തെങ്ങില്ല, തെങ്ങ് നിൽക്കുന്നു. ആ തെങ്ങിൽ നിന്നും ഒരു ഉണക്കത്തേങ്ങ ഈ ഷീറ്റിന്റെ മണ്ടയ്ക്ക് ഭയങ്കര ശബ്ദത്തോടെ വീഴുന്നു. ഇവിടെ എന്ത് സംഭവിക്കും? ഈ സഹോദരന്മാർ അവിടെ ഇരിക്കും. ഈ സഹോദരന്മാർ അവിടെ ഇരിക്കും. എന്നിട്ട് അവർ ആലോചിക്കും, ഇതെന്നെ വല്ലൊരു കല്ലെറിഞ്ഞതാണോ, തേങ്ങ വീണതാണോ, ഭൂമി കുലുങ്ങിയതാണോ? ആലോചിച്ചുകൊണ്ടിരിക്കും. സഹോദരിമാർ ചിലർ ബൈബിൾ എടുത്തോണ്ട് സ്ഥലം വിടാൻ തുടങ്ങും. ഇനി അടുത്തത് വന്ന് വീഴുന്നതിന് മുമ്പേ എനിക്ക് രക്ഷപ്പെടണം. ചിലർക്ക് പേടിയുണ്ടാകത്തില്ലേ? ആ പേടി ഉണ്ടാകുന്ന കുറ്റമല്ല. സഹോദരിമാർ ബലഹീന സ്ത്രീകളാണ്, ബലഹീനതയുള്ളവരാണ്. അപ്പോൾ അതിന് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മിസ്രയീമിൽ നിന്ന് വന്ന സഹോദരിമാർ ചെങ്കടലിന്റെ ഓരത്ത് വന്ന് മോശയുടെ മുഖത്തേക്ക് നോക്കി പിറുപിറുക്കാൻ തുടങ്ങി.
അവിടെ നല്ല ഒന്നാന്തരം സെമിത്തേരി ഉണ്ടായിരുന്നു, ശവക്കോട്ടയുണ്ടായിരുന്നു, കല്ലറയുണ്ടായിരുന്നു. ഞങ്ങൾ ചത്തുപോയ അവിടെ അടക്കിയനെ. പക്ഷേ ഈ മരുഭൂമിയിൽ മണൽ മാന്തി കുഴിച്ച് അതിനകത്ത് ഒരു പൂച്ചയെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിടാനാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ച് പിറുപിറുക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ ആരായിരിക്കും പിറുപിറുത്തത്? എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അവിടെ ഇല്ലായിരുന്നു. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാട്ടെ. ആരുമായിക്കൊള്ളട്ടെ, മോശ നിലവിളിച്ചു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വിശ്വാസികളുടെ പിറുപിറുപ്പ് കാണുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ കരയാനല്ലാതെ മുഖത്ത് നോക്കി വല്ലതും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ അങ്ങ് ഉന്നതങ്ങളിലാ പിടി, നാളെ കെട്ടിക്കെട്ടണ്ടേ. അതുകൊണ്ട് കരയാനല്ലാതെ നിവർത്തിയില്ല. അതുകൊണ്ട് മോശ കരഞ്ഞു. മോശ കരയാൻ കാരണം മോശ ദൈവമല്ല, മോശ സാധാരണ വ്യക്തിയാ. അതുകൊണ്ടാ കരഞ്ഞത്. ആമേൻ. മോശ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർത്തുള്ളികൾ കാലിന്റെ പെരുവിരലിന്റെ മുകളിലേക്ക് അടിക്കടി പതിച്ചുകൊണ്ടിരിക്കുമ്പോ സർവശക്തനായ ദൈവം മേഘപാളികളെ കീറി മുറിച്ചുകൊണ്ട് മോശയോട് ചോദിക്കുന്നു, മോശയെ നീ നിലവിളിക്കുന്നതെന്ത്? വിഷയങ്ങളുടെ കാഠിന്യ നിമിത്തം മുറിക്കകത്ത് കയറി വാതിലടച്ച് കമിഴ്ന്നു കിടന്ന് കരയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നോടായി ശബ്ദം. സഹോദരി, നീ കരയുന്നതെന്താ? സഹോദര, നീ കരയുന്നതെന്താ? അതിന്റെ കാരണം നിന്റെ കരച്ചിൽ കൊണ്ട് വിഷയ പരിഹാരമല്ല. ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നു. ഈ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു നിന്റെ പ്രതിസന്ധിയുടെ പരിഹാരം ഇവിടെ തന്നെയുണ്ട്? ഹല്ലേലൂയ. ആ ശബ്ദം ഇന്ന് രാത്രി കേൾക്കാൻ പോകുകയാണ്. സ്തോത്രം. മോശ ആമേൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുന്നു. അടുത്ത ചോദ്യം, മോശയെ നിന്റെ കയ്യിൽ എന്തായിരിക്കുന്നത്? എന്റെ കയ്യിൽ പണ്ട് പോലെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വടിയല്ലാതെ ഒന്നുമില്ല കർത്താവേ. വടിയുണ്ടല്ലോ, അത് സൂക്ഷിച്ചു വെച്ചല്ലോ. സ്തോത്രം. ആ വടി സമുദ്രത്തിലേക്ക് നീട്ടാൻ പറഞ്ഞു. ഓർക്കണം, ആ വടി സമുദ്രത്തിലേക്ക് നീട്ടിപ്പിടിച്ചതിന് ശേഷമല്ല ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. വചനം വായിക്കുമ്പോൾ തലേ രാത്രി ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നും ഒരു കിഴക്കൻ കാറ്റ് അടിച്ചു തുടങ്ങിയതാണ്. ഇത് മനസ്സിലാക്കാതെയാ പലരും കരയുന്നത്. ആമേൻ. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ തലമുറയ്ക്ക് വേണ്ടി സർവശക്തനായ ദൈവം ആമേൻ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് നാളുകളായി. ഇത് പ്രാർത്ഥിച്ച് വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയാതെയാണ് കരയുന്നതെങ്കിൽ ഇന്ന് രാത്രി നിലവിളി അവസാനിപ്പിച്ചിട്ട് ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ. മോശ സ്തോത്രം ഈ വടി പിടിച്ചുകൊണ്ടിരുന്നപ്പോ യെശയ്യാ പ്രവചനം 42 10 മുതൽ താഴേക്ക് വായിക്കേണ്ട. അവിടെ കാണുന്നത് സ്തോത്ര ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം സ്തോത്ര ഹല്ലേലൂയ മോശയുടെ വലങ്കരത്തിൽ ഇറങ്ങി. ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ആ വലങ്കരത്തിലൂടെ നിസ്സാരനായ മനുഷ്യന്റെ വലങ്കരത്തിലൂടെ ദൈവശക്തി പുറപ്പെട്ട് രാക്ഷസ തിര പോലെ ആകാശത്തിലേക്ക് അടിച്ചു കയറിയ തിരമാലകൾ പേടിച്ച് രണ്ട് ഭാഗത്തേക്ക് മാറിപ്പോയെങ്കിൽ ഇന്ന് രാത്രി നിന്നെ നോക്കി വെല്ലുവിളിക്കുന്ന ചില അന്ധകാര ശക്തികൾ ദേശത്തുണ്ടെങ്കിൽ ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവ പൈതലേ, നിന്റെ കരം നീട്ടി അതിനെ ശാസിക്ക്. നിന്റെ കരം നീട്ടി അതിനെ ശാസിക്ക്. അത് രണ്ടായി വിഭാഗിക്കപ്പെടും. ഹല്ലേലൂയ. അത് രണ്ടായി വിഭാഗിക്കപ്പെടും. നീ ശാന്തമായി മറുകര കടക്കും. ശാന്തമായി മറുകര കടക്കും. ആമേൻ. നമ്മെ പിടിച്ചടക്കി മടക്കി കൊണ്ടുപോകാൻ ആമേൻ ഇരുമ്പു രഥങ്ങളുമായി കടന്നു വരുന്ന രാജാവും ചക്രവർത്തി രാജാവിന്റെ പരിവാരങ്ങളുമായി 600-ൽ പരം വിശേഷ രഥങ്ങളോടുകൂടെ കുതിര കുളമ്പടി കേൾപ്പിച്ച് മിന്നുന്ന വാളുമായി നിന്റെ പുറകെ വരുന്നെന്ന് കണ്ട് പേടിക്കണ്ട. സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന്റെ കരം മോശയുടെ വലങ്കരത്തിൽ ഇറങ്ങിയെങ്കിൽ മോശ തിരിച്ച് ഹല്ലേലൂയ ആ കൈ ഒന്ന് നീട്ടിയാൽ ഹല്ലേലൂയ ഈയം വെള്ളത്തിൽ മുങ്ങി താഴുന്നത് പോലെ പിശാച് ബാധിച്ച ചില വ്യക്തികൾ മുങ്ങിത്താഴും. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം പിറുപിറുത്തത് സ്ത്രീകളാ. ആദ്യം ആരാധിച്ചു തുടങ്ങിയതും സ്ത്രീകളാ.
അപ്പൊ പിറുപിറുക്കാൻ മാത്രമല്ല അറിയാവുന്നത്, നന്നായിട്ട് ആരാധിക്കാൻ അറിയാം. നന്നായിട്ട് ആരാധിക്കാൻ അറിയാം. പിറുപിറുത്തവരും അച്ചായമാർ അവരുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു, ആരാധിച്ചപ്പോഴും മുഖത്തേക്ക് നോക്കിയിരുന്നു. സ്തോത്രം. കുറ്റപ്പെടുത്തുകയല്ല. ആമേ, ഓർക്കണമേ, ആമേ, പിറുപിറുക്കാൻ മാത്രമല്ല, തപ്പെടുത്ത് നൃത്തം ചെയ്ത് സൈന്യങ്ങളെ യഹോവയെ ആരാധിക്കുവാൻ ഇവിടെ കഴിയുന്ന ചിലരുണ്ട്. ആമേ, നിന്റെ ആരാധന നിർത്തരുത്, നിന്റെ ആരാധന മുടക്കരുത്, നിന്റെ ആരാധന ശക്തമായി തുടർന്നു കൊള്ളുക. യഹോവയുടെ മഹത്വം നിന്റെ കൂടാരത്തിൽ ആമേൻ വെളിപ്പെടാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ദൈവപ്രവൃത്തി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന ഫറവോന്റെ ശക്തികളെ നമ്മുടെ കരങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന അദൃശ്യമായ ദൈവശക്തി മുഖാന്തരം ഈ രാത്രി ആ കരങ്ങളൊന്ന് അടിച്ചാൽ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ, അതരത്തിലൂടെ പുറപ്പെടുന്ന ആരാധനാ ശബ്ദം ഈ രാത്രി ചില പൈശാചിക ബന്ധനങ്ങളെ തകർത്ത ചില ഇരുമ്പോടാമ്പലുകളെ ഉടച്ച് ഹല്ലേലൂയ, 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 ദൈവപ്രവൃത്തി ആമേൻ ഇന്ന് രാത്രി വെളിപ്പെടാനിടയായി. എല്ലാവരും ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവം വിശ്വസ്തനാണ്. വചനം നമ്മെ വിടുവിക്കും, ആലോചനകൾ നമ്മളെ നിലനിർത്തും, പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നതാവിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നതാവിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. ലോകം പാപം പിശാചിനെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചിനെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ.